എന്റെ അച്ഛനെ കൊന്നതിന് നിന്നെ ഞാൻ വെറുതെ വിടുന്ന കരുതിയോ? നീയാണ് അദ്ദേഹത്തെ കൊന്നതെന്ന് അറിഞ്ഞപ്പോ തന്നെ നിന്നെ തീർക്കാൻ ഞാൻ തീരുമാനിച്ചതാ. മഞ്ജു, മഞ്ജു, സോറി, കൂടുതൽ സംസാരിച്ചേക്കാൻ സമയമില്ല. ഗിരീട്ടാ, 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 ഇവൻ പ്രതീക്ഷ മഞ്ജുവിനെ കൊല്ലാൻ നോക്കി. എനിക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. മോളെ, മോളെ, അമ്മു, മോളെ, മോളെ, മഞ്ജു, മോളെ, മഞ്ജു, മഞ്ജു, മോളെ, മോളെ, ചേച്ചി, മഞ്ജു, ചേച്ചി, ചേച്ചി, മഞ്ജു, ചേച്ചി എന്താ പറ്റിയ? ചേച്ചി, നിങ്ങൾ മഞ്ജുവിനെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോ. ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ ഉണ്ടാവും. മഞ്ജു, ചേച്ചിനെ വിവരം അറിയിക്കുക. ഇവനെ കൊന്നതിന്റെ പേരിൽ എന്ത് ശിക്ഷ നേരിടാനും ഞാൻ തയ്യാറാ. നിനക്ക് ഒരു ശിക്ഷയും കിട്ടില്ല. നീ രക്ഷിച്ചത് എന്റെ ഭാര്യയും മകളെയോ. നീ വേഗം വാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വാ ചേച്ചി, നടക്ക്. കണ്ണു തുറക്ക്. നോക്കി അമ്മു, നിന്നെക്കൊണ്ട് അവളെ അവളുടെ മോളെ കൊല്ലിക്കാന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ കഷ്ടകാലത്തിന് ഗിരിയേട്ടൻ അതിനു മുമ്പെത്തി. ഇനി മഞ്ജുവിനെ മോളെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് എടുത്ത് ഞാൻ ഷൈൻ ചെയ്തോളാം. പോലീസ് വരുമ്പോ ഈ മുറിവ് എനിക്ക് പിടിവള്ളിയാവും. എന്താ മോളെ? ചെറിയ കുട്ടിയായതുകൊണ്ട് എല്ലാ ചെക്കപ്പുകളും വിസ്തരിച്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതാ ഇത്രയും സമയം എടുത്തത്. ഇന്നേതായാലും ഡിസ്ചാർജ് ആവില്ല, ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞത്. മോളെ കാണണമെങ്കിൽ രാവിലെ കണ്ടാ മതി ചേച്ചി. മഹിമേ, മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാ. ആ, പറയൂ സർ. എവിഡൻസ് എല്ലാം കൃത്യമായിട്ട് ശേഖരിക്കണം. അതുപോലെ തന്നെ പ്രീതിയുടെ മൊഴിയും രേഖപ്പെടുത്തണം. അഭിയുമായിട്ടുള്ള സ്ട്രഗിളിൽ പ്രീതിയുടെ നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് മാഡം. പ്രീതിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം. ശരി. എന്താ ചേച്ചി? അരവിന്ദാക്ഷൻ സാറായിരുന്നു. അവിടെ പ്രൊസീജിയറെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അഭിയായിട്ടുള്ള സ്ട്രഗിളിൽ പ്രീതിയുടെ നെറ്റി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴത്തെ അവസ്ഥയിൽ പ്രീതിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പ്രീതിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് കേട്ടപ്പോ തന്നെ ഗിരിയേട്ടന് ടെൻഷൻ ആയല്ലോ. നീ ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട.
പ്രീതി അമ്മുവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അഭിയെ കൊന്നത്. അതിനവളെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അബിയെ കൊലക്കുറ്റത്തിന് അറസ്റ്റിലായി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഒരു കുറ്റവാളിയാ. ആണുങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അംഗങ്ങളെ കൊല്ലാൻ നോക്കി അവനെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊന്നതിന് പ്രീതിയെ കുറ്റക്കാരിയാക്കാനൊന്നും പറ്റില്ല. മഹിമേ, ഒരു കോടതി അവളെ ശിക്ഷിക്കില്ല. ആ, അത് ന്യായം. പ്രീതിയ അങ്ങോട്ട് മാറി ഇന്ന് സംസാരിച്ചു. കൊറേ സംസാരിക്കാനുണ്ടാവും. താൻ എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞാൻ ചെയ്യുന്നതിലെ തെറ്റ് മാത്രമേ വക്കീലിന് കാണാൻ കഴിയുന്നുള്ളൂ അല്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ പ്രീതിയുടെ പേര് ചേച്ചിയുടെ മുൻപിൽ വെച്ച് ഗിരീട്ടിന് എങ്ങനെയാ പറയാൻ സാധിക്കുന്നേ?